ഏയ് സർല, നീ എന്തിനാ വെറുതെ വെപ്രാളപ്പെടുന്നേ? ആ നേഴ്സ് വളരെ നന്നായി നോക്കുന്നുണ്ടല്ലോ ബുൾബുളിനെ. അമ്മ ഒരു തവണ അവക്ക് മരുന്നൊക്കെ വയ്ക്കുന്നത് കണ്ടിരുന്നെങ്കിൽ എനിക്ക് അറിയാമായിരുന്നു. അവളെ നിനക്ക് ഇപ്പൊ നോക്കാൻ പറ്റില്ല. അതെന്താന്ന് വെച്ചാ നേഴ്സ് അവൾക്ക് ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെപ്പ പുറത്തു വരുന്ന അപ്പൊ നിനക്ക് പോകാൻ. അവളെ ഒരു പ്രാവശ്യം കണ്ടിരുന്നെങ്കിൽ എല്ലാം ശരിയാവും എനിക്ക്. അതുവരെ എന്റെ മനസ്സ്. ഓ, നീ എന്തിനാ വെറുതെ ബഹളം വെക്കുന്നേ? ഞാൻ എന്തായാലും അകത്തേക്ക് പോയിട്ട് വരാം. അവർ വരുന്നുണ്ട് ഇങ്ങോട്ട്. അതെ, ബുൾബുളിന് എങ്ങനെയുണ്ട്? അമ്മ ടെൻഷൻ അടിക്കണ്ട. അതെന്താ എനിക്ക് ടെൻഷൻ അടിക്കാൻ പാടില്ലേ? നിങ്ങൾ എപ്പ വന്നതാ? ഇതുവരെ അവക്ക് ബോധം വീണില്ലല്ലോ. എന്റെ മകൾ അകത്ത് ബോധമില്ലാതെ കിടക്ക. എനിക്ക് എങ്ങനെ പറയാൻ കഴിയും നിങ്ങൾ അവളെ നേരെ നോക്കിയെന്ന്? അവക്ക് സമയത്ത് മരുന്ന് കൊടുക്കുന്നുണ്ടോ എന്ന്? അമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അവൾക്ക് ബോധമില്ലാതെ കിടക്കുന്നതാണ് നല്ലത്. മുറിവിന്റെ വേദന അറിയില്ല, കുറച്ച് റെസ്റ്റും കിട്ടും. ഒരു പ്രാവശ്യം അവൾക്ക് ബോധം വീണാൽ അവൾ കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വരും. എന്നെ വിശ്വസിക്കൂ, അവൾക്ക് പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കും. മിസ്റ്റർ അബി, ഐ ആം റിയലി വെരി വെരി സോറി. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, നമ്മുടെ ആൽബം ഒരു ലവ് ബേസ്ഡ് ആൽബമാണെന്ന്. പിന്നെ അതിന്റെ പ്രൊമോഷന് വേണ്ടി താങ്കളുടെ വൈഫിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ വേറെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും ഒരേ കാര്യത്തെപ്പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം എന്തുമാത്രം സ്നേഹിക്കുന്നു എന്ന്. ഹൗ മച്ച് യു പീപ്പിൾ ലവ് ഈച്ച് അതർ. ഇതാണ് പറ്റിയ സമയം. എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഇപ്പോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആൽബം വളരെ ഹിറ്റും ഒരു ബ്ലോക്ക് ബസ്റ്ററും ആയിത്തീരും. ഇനി താങ്കൾക്ക് ഇതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ദാ ഇപ്പോൾ തന്നെ ഈ നിമിഷം ആ മെയിൽ മോഡലിനെ റീപ്ലേസ് ചെയ്തേക്കാം. ഐ വിൽ ഇൻഫോം മൈ ടീം ടു റീപ്ലേസ് ഹിം. നോക്കും, അത് കാര്യം ഫാമിലിയുടെയാണ്. പിന്നെ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ആ പിന്നെ ഹൂ ഈസ് ദാറ്റ് മോഡൽ? ആ എന്താ നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ പ്രിയ എന്റെ ഭാര്യയാണെന്ന്? ആ എന്നിട്ട് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നി? പിന്നെ അവനെ സെലക്ടും ചെയ്തു. ആരോട് ചോദിച്ചിട്ട്? സോറി, ഐ ആം സോറി ടു സേ, ബട്ട് മിസ്റ്റർ പ്രണവിനോട് ചോദിച്ചിട്ടാ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. അവനെന്താ കുഴപ്പം? അവനൊരു കുഴപ്പമില്ല. കാണാനും നല്ല പയ്യനാ, പിന്നെ ക്യാമറ ഫിഗറും ഉണ്ട്. മുഴുവൻ ആൾക്കാരും അവന്റെ പുറകെയാ, ഈ മീഡിയക്കാർ മുഴുവനുമേ. നമ്മുടെ ആർട്ട് കമ്പനിയിൽ ഇങ്ങനെ ഒരു പയ്യനെ കിട്ടാനേ പോകുന്നില്ല. ബട്ട് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, എല്ലാവർക്കും അവനെ ഇഷ്ടപ്പെട്ടു, ആർക്കും ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ നിനക്ക് മാത്രം എന്താ അബി? എന്താ നിന്റെ പ്രോബ്ലം? നീ ഒന്ന് വന്നേ, വാട ഇങ്ങോട്ടും. എടാ ഒന്ന് വാ. നിനക്കെന്താ ഭ്രാന്താണോ? നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോകുന്നത്? ഇതിൽ എന്തിനാടാ വെറുതെ ജാട എടുക്കുന്നത്? നിനക്ക് ജലസ് ആണല്ലേ അവനോട്? ശരി, ഞാൻ പോയി ഒരു കാര്യം ചെയ്യാം, അവനെ റീപ്ലേസ് ചെയ്യാൻ പറയാം. അല്ലാതെ റിലാക്സ്. ഞാനതിന് ജലസ് ഫീൽ ചെയ്യണം? അവൻ ആരായാലും എന്തായാലും എനിക്കെന്താ? അപ്പൊ നിനക്ക് ജലസ് ഫീൽ ചെയ്യുന്നേ ഇല്ല? പിന്നെ നിനക്ക് എന്താടാ പ്രോബ്ലം? വെറുതെ എന്തിനാ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? വൈ യു ക്രിയേറ്റിംഗ് ആൻ ഇഷ്യൂ? ഐ ആം നോട്ട് ക്രിയേറ്റിംഗ് ആൻ ഇഷ്യൂ ബ്രോ. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അവർക്ക് പ്രൊമോഷന്റെ സമയത്ത് പ്രോബ്ലംസ് ഒന്നും വരാൻ പാടില്ലല്ലോ. അവസാനം ഞാനൊന്നും ശ്രദ്ധിച്ചില്ല എന്നാവും. പിന്നെ ഇതിനെപ്പറ്റിയൊക്കെ അച്ഛമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ നീ തന്നെ എല്ലാം പോയി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അതിനുശേഷം ഡോണ്ട് ടെൽ മീ, ഓൾറൈറ്റ്? ആൻഡ് ഡോണ്ട് ടെൽ മീ ഐ ആം ക്രിയേറ്റിംഗ് എ സീൻ. ബി ഷുവർ. ഇവന്റെ ഒരു കാര്യം. മോനെ അബി, നിനക്ക് മുടിഞ്ഞ ജലസ. ഇനി അഥവാ ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ ഉറപ്പായത് വന്നോളും. എക്സ്ക്യൂസ് മീ, അബി എവിടെയാ? അത് മാം അവിടെ കാണും. താങ്ക് യു. അബി, ഈ തനു എങ്ങനെ ഇവിടെ എത്തി? ഗോഡ്, ഇപ്പോൾ എന്തെങ്കിലും സീന് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. തനു, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? എന്നോട് നീ പറഞ്ഞതേ ഇല്ലോ നീ ഇങ്ങോട്ട് വരുന്നെന്ന്. ഞാൻ നേരത്തെ വന്നല്ലോ. പക്ഷെ നീ ഇവിടെ എന്താ ചെയ്യുന്നേ? പിന്നെ ആരെ കാണാനാ വന്നേ? What do you mean? ആരെയെന്നോ? അബിയെ കാണാനല്ലാതെ പിന്നെ ആരെ കാണാനാ? എപ്പോ നിന്നെ പ്രണവ് ഹഗ് ചെയ്തോ അപ്പൊ മുതൽ നിന്റെ ബോധവും കാഴ്ചയൊക്കെ നശിച്ചു പോയി. നീ അറിഞ്ഞ ഒരു കാര്യം, പ്രിയ ഒരു മോഡൽ ആവുകയാണ്, അതൊരു പുതിയ ആൽബത്തിൽ. അവളെ ആരാ അതിൽ സെലക്ട് ചെയ്തേ? ഓ നോ, ഇവളെല്ലാം അറിഞ്ഞിട്ടാണല്ലോ. നീ ഇപ്പൊ എന്ത് ചെയ്യും? നീ കേൾക്കുന്നില്ലേ ഞാൻ എന്താ പറയുന്നെന്ന്? എന്തേലും ഒന്ന് പറ നീ. ഞാൻ കേൾക്കുന്നുണ്ട്. ഐ മീൻ, ഏട്ടനിതൊക്കെ എങ്ങനെ ചെയ്യാൻ തോന്നി? ഐ മീൻ, ഇത് ചെയ്തത് വലിയ തെറ്റല്ലേ? അവരെ തന്നെ പിടിച്ച് എങ്ങനെ മോഡലാക്കും? ഇത് നമുക്ക് ചോദിച്ചേ പറ്റൂ. നീ ഒരു കാര്യം ചെയ്യ്, നീ വീട്ടിലേക്ക് പോ. ഞാൻ എന്നോട് ഞാൻ വീട്ടിൽ പോകാനോ? ഞാൻ എന്തിനു വീട്ടിൽ പോണം? എനിക്ക് ചെന്ന് അബിയോട് ഇതെല്ലാം ചോദിക്കണ്ടേ? പിന്നെ അതും ശരിയാണല്ലോ. നീ എന്തിനു വീട്ടിൽ പോണം? വീട്ടിൽ പോകേണ്ടതാ കണ്ണാടിയല്ലേ? അപ്പോ ഞാൻ എന്നെ കണ്ടുപിടിച്ച് എന്നോട് സംസാരിച്ചിട്ട് വരാം. ഞാനും വരുന്നു നിന്റെ കൂടെ. എന്നിട്ട് അബിയോട് എല്ലാം ചോദിക്കണം. ഇത്തവണ ഒരു എക്സ്ക്യൂസും ഞാൻ കേൾക്കില്ല അവന്റെ. അബി, നീ എന്തായി കാണിക്കുന്നേ?
ഏട്ടൻ റോക്ക് സ്റ്റാർ ആണ്, അല്ലാതെ സ്പോട്ട് ബോയ് ഒന്നും അല്ലല്ലോ അബി അബി എന്ന് കടന്ന് വിളിക്കാൻ. നിനക്ക് അറിയാവുന്നതല്ലേ ഏട്ടന് ഷൂട്ടിനിടയിൽ ഇങ്ങനെ ചലബിലാന്ന് പറഞ്ഞ് വിളിക്കുന്നൊന്നും ഇഷ്ടമല്ല. പിന്നെ നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? നീ ഒരു കാര്യം ചെയ്യ്, ചെന്നാ ഗ്രീൻ റൂമിൽ വെയിറ്റ് ചെയ്യേ. ഞാൻ ഏട്ടനെ നോക്കിയിട്ട് വരാം. ഇനി അറിയില്ല ഏട്ടൻ സെറ്റ് കാണുമെന്തോ. എന്തായാലും ഏട്ടനെ ഞാൻ നിന്റെ അടുത്തേക്ക് വിടാം. എവരിതിങ് വിൽ ബി ഓൾ റൈറ്റ്. ശരി, എന്നാ നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യ്. എനിക്കറിയില്ല ഞാൻ എന്തൊക്കെ ചെയ്തു കിട്ടുന്നു. എനിക്ക് ജലസ് ഫീൽ ചെയ്യുന്നു. എനിക്ക് ഐ ആം റോക്ക് സ്റ്റാർ അബി. എന്നെ കണ്ടിട്ട് ജനങ്ങൾക്ക് ആ ജലസ് ഫീൽ ചെയ്യണ്ടേ? എന്നിട്ട് അവൻ പറയുന്നു എനിക്ക് ജലസ് ഫീൽ ചെയ്യുന്നു. എടാ പ്രണവ്, നിന്റെ ചോയ്സിന് എന്ത് പറ്റി? എന്താണ് എങ്ങനെ ഇങ്ങനെ മോഡൽസിനെ സെലക്ട് ചെയ്യാൻ പറ്റുന്നേ? ആ മോഡൽസിനെ സെലക്ട് ചെയ്യണമെങ്കിൽ എന്റെ ലെവലിലുള്ളതിനെ സെലക്ട് ചെയ്യണം, അല്ലാതെ ഇതുപോലുള്ളതിനൊക്കെയാണ് സെലക്ട് ചെയ്യണ്ടേ? എനിക്കിതെന്താ പറ്റിയേ? ആ ക്യാരവനകത്ത് തന്നെ പോയിരുന്നു റെസ്റ്റ് എടുക്കാം. അബി അബി നീ എങ്ങോട്ടാടാ ഈ പോകുന്നേ? ക്യാരവനകത്ത് കോൺസെർട്ട് ചെയ്യാൻ പോവാ. ഓ, നീ റൂമിൽ ചെയ്യുന്ന പോലത്തെ കോൺസെർട്ട് ആണോ? എന്ന് വെച്ചാ തമാശ പറഞ്ഞ ഒരു തവണ അകത്തുനിന്ന് പോയി നോക്കണ്ടേ എല്ലാം ശരിയായിട്ടാണോ നടക്കുന്നതെന്ന്? എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ? ഡയറക്ടർക്ക് പിന്നെ എന്തിനാ കാശ് കൊടുക്കുന്നേ? അയാൾ എന്തിനാ? ഓ, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിക്കണ്ടേ അബി? എന്തെങ്കിലും കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ നീ എന്നെ വിളിച്ചിട്ട് പ്രണവ് അത് പറ്റി ഇത് പറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ശരി ശരി, ഷോട്ട് റെഡി ആവുമ്പോ നീ എന്നെ ഒന്ന് വിളിക്കുക. ആ പിന്നെ ഒരു കാര്യം കൂടി, ഇവിടെ വന്ന് എന്നെ ആരും ഡിസ്റ്റർബ് ചെയ്ത് നോക്കിക്കോണം. ആരും എന്ന് വെച്ചാ ആരും. ഓക്കെ. പ്രണവ് വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. തനു ഇവിടേക്ക് വന്നിട്ടുണ്ട്. അവൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട്. അവളെ ഏട്ടനെ കാണാൻ വേണ്ടി കയറ് പൊട്ടിക്കുക. എവിടെയാ അവള്? അവള് പുറത്തുണ്ട്, ഞാൻ അവിടെ നിർത്തിയിരിക്കുക. ബട്ട് ഷീ ഈസ് റിയലി ഡെസ്പറേറ്റ് ടു മീറ്റ് ഏട്ടൻ. ഇനി അവളെങ്ങാനും ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ എല്ലാം കുഴപ്പത്തിലാവും. എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാവും. ലെറ്റ്സ് ഡു സംതിങ്. ശരി ശരി, ലെറ്റ്സ് ഗോ. ഞാനുണ്ടല്ലോ ഒരു വലിയ കോമാളിയെ പോലെ ഉണ്ട്. അറിയാവുന്നതല്ലേ ഇതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല എന്ന്. എന്നിട്ട് പ്രണവിന്റെ വാക്ക് കേട്ടു. എന്നെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉറപ്പായും ദേഷ്യം വരും. എനിക്കറിയില്ല ഈ പ്രണവ് എന്നെ സഹായിക്കുകയാണോ അതോ കൂടുതൽ കുഴപ്പത്തിലാക്കുകയാണോന്ന്. ഓ, തളർന്നു. കുറച്ചു നേരം വിശ്രമിക്കാം, എന്നിട്ട് മതി അഭിനയം. ആഹാ, ഇതൊരു ബസ്സല്ലേ? ഇതിനകത്ത് കയറിയിരിക്കാം. തനു, just believe me. അബി അതിനകത്ത് റിലാക്സ് ചെയ്യാ. നീ എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നേ? അവനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നീ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോകാൻ നോക്കും. അവന് വെറുതെ വിട്ടേക്ക്. Just shut up. ഞാൻ അബിയെ കാണാതെ വരില്ല. ഞാൻ അബി എന്തായാലും കണ്ടിരിക്കും. അതിന് അബിയുടെ വാനിറ്റി റൂമിലായാലും മേക്കപ്പ് റൂമിലായാലും. എന്നെ ഇനി അബിക്ക് പോലും തടയാനാവില്ല. തനു, ഞാൻ പറഞ്ഞൊന്ന് കേൾക്കാം. അവൻ റെസ്റ്റ് എടുക്കാം. നിനക്ക് എന്താ കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? അബി റിലാക്സ്. ഓക്കെ, ഈ പിന്നെ പ്രിയച്ചയെ മോഡലാക്കുന്നതിൽ ഏട്ടന്റെ ഒരു ഐഡിയയും ഇല്ല. ഇത് പ്രൊഡ്യൂസർ തന്നെയാ പറഞ്ഞത്. പ്രൊഡ്യൂസർ തറപ്പിച്ച് പറഞ്ഞു അവർ തന്നെ വേണമെന്ന്. ആലിയ, ഈ കാര്യം അബി എന്നോട് പറയുന്നത് വരെ ഞാൻ വിശ്വസിക്കില്ല. ഞാൻ ന്യൂസിൽ കണ്ടതാണല്ലോ. അബി പെട്ടെന്ന് തന്നെ പ്രിയ മോഡലാക്കുന്നതിനുള്ള ഡിസിഷൻ എടുക്കുന്നത്. ഞാൻ അബിയോട് സംസാരിച്ചിട്ടുള്ളൂ. ബാക്കി അബി damn it. തനു, ഞാൻ എത്ര നേരത്തെ പറയുന്നു അവൻ റെസ്റ്റ് എടുക്കാന്ന്. നിനക്ക് എന്താ കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? നിനക്ക് എന്താ വട്ടാണോ? ഇതാ വീണ്ടും പോന്നു. നോക്കൂ പ്രിയ, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിൾ ലൈൻസ് ആണ്. സമാധാനമായിട്ട് പറഞ്ഞാൽ മതി. ഫുൾ കോൺഫിഡൻസോടെ കേട്ടോ. എങ്കിലും നീ റോക്ക് സ്റ്റാറിന്റെ ഭാര്യ എന്ന് പറയൂ. അല്ലെങ്കിലുണ്ടല്ലോ. ഹേയ് തനു, നീ എപ്പോഴാ വന്നേ? നീ ഒന്ന് നിക്കേ. ആ പിന്നെ പ്രിയ, നീ പറയേ. ആ പറയേ. നീ ഇവളുടെ കൂടെ അകത്ത് എന്ത് ചെയ്യുമായിരുന്നു? നീ നോക്കിക്കേ, അവൾ ഈ ലൈൻസ് ഒക്കെ കണ്ട് പേടിച്ചു പോയി. അതുകൊണ്ട് അവൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു. എനിക്ക് ആഗ്രഹമില്ല എന്റെ തന്നെ റെപ്യൂട്ടേഷൻ മോശമാക്കാൻ. യു നോ there is no point in being nervous. Come on, cheer up. ഡാ പ്രണവ്, ഷോട്ട് അപ്പ് റെഡി ആവും. ഷോട്ട് റെഡിയാണ്. നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. Come on, വന്നേ. ഷൂട്ട് നമുക്ക് ഇന്ന് തന്നെ തീർക്കണം. ലെറ്റ്സ് ഗോ. ഞാൻ പോയിട്ട് വരാമേ. നീ എന്റെ കൂടെ തന്നെ വാ. നീ അല്ലേ പറഞ്ഞ അബി മാത്രമേ ഉള്ളൂ അകത്തുനിന്ന്? അത് പിന്നെ എന്താന്ന് വെച്ചാൽ ഞാനുള്ളപ്പോ പ്രീച്ചില്ലായിരുന്നു. ഞാൻ പിന്നെ എങ്ങനെ പറയാനാ? എക്സ്ക്യൂസ് മീ മാം, ഞാൻ അങ്ങോട്ട് പോവാം. എക്സ്ക്യൂസ് മീ, നീ ഡോർ അടച്ചേക്കണേ. വീട്ടിൽ മാത്രമല്ല ഇവിടെ അവളെന്നെ പിന്തുടരുകയാണല്ലോ. എന്തെങ്കിലും ഒരു നല്ല ശക്തി കിട്ടിയിരുന്നെങ്കിൽ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടായിരുന്നു. ഒരു സമാധാനം ഇല്ലല്ലോ ഈശ്വര. ഇതെന്തൊരു കോലം! എന്റെ മുടിയിൽ ഇതെന്താ ചെയ്തിരിക്കുന്നത്? സ്പ്രിങ്ങോ? ഇതാണോ ഫാഷൻ? പ്രണവ്, നീ വന്നോ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലെന്ന്. നീ വന്ന സ്ഥിതിക്ക് എനിക്കൊരു ഡ്രിങ്ക് താ. മൂടൊന്ന് ശരിയാവട്ടെ. നീ പറഞ്ഞത് ശരിയാടാ പ്രണവ്.
അവള് തീരെ മോശമൊന്നുമല്ല. ഐ എം ഷുവർ അവൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ മാറി വരും. അവളുടെ കൂടെ ആ മോഡലിനെ കാണണമെന്ന് ഓർക്കുമ്പോഴാ അവനങ്ങ് ചേർന്ന് നിന്നല്ലേ ഫോട്ടോ എടുക്കുന്നേ. അദ്ദേഹം എന്നെ പുകഴ്ത്താണോ അത് മോശം പറയാണോ? അല്ല, അവക്ക് എന്ത് മേക്കപ്പാ ഇട്ടേക്കുന്നേ? ഒരു വെറൈറ്റി ഒക്കെ ഉണ്ടല്ലോ, ലുക്കിംഗ് ഡിഫറെന്റ്. എടാ നീ ഒന്ന് ഡ്രിങ്ക് സെറ്റ് ചെയ്യ്. പ്രണവ്, പ്രണവ്, പ്രണവ്. എടാ അഭി, ശരിക്കും നിനക്ക് വട്ടായോ? അപ്പൊ നീ സ്വന്തമായിട്ടാണോ സംസാരിച്ചോണ്ടിരുന്നേ? ആ, എന്തായാലും ഡ്രിങ്ക്സ് കഴിക്കാം. ഉറക്കവും വരുന്നല്ലോ. ഒന്ന് ഫ്രഷ് ആയിക്കളെ. നിനക്ക് സത്യത്തിൽ എന്തോ പറ്റിയിട്ടുണ്ട്. കുറച്ചു നേരത്തെ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചു, ഇപ്പൊ ഒറ്റയ്ക്കായിട്ട് പ്രിയയെ കണ്ട പോലെ. ഒന്ന് ഡോക്ടറെ കണ്ടേ പറ്റൂ, അല്ലെങ്കിൽ ഇതൊന്നും മാറാനേ പോകുന്നില്ല. ഇവള് അകത്ത് തന്നെ ഉണ്ടായിരുന്നു. തോറ് ഉറക്കം. നീ അവിടെ എന്താ ചെയ്യുന്നേ? ഇങ്ങോട്ട് വാ. നീ ഇവിടെ എന്താ ചെയ്യുന്നേ? എനിക്കെങ്ങനെ അറിയാനോ നിങ്ങൾ ഇതിനകത്ത് ഉണ്ടാവുമെന്ന് എന്നോട് പറഞ്ഞു ബസ്സിൽ പോയിരിക്കാൻ. ഞാൻ നോക്കിയപ്പോ എല്ലാ ബസ്സും ഒരുപോലെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇതിലുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ കരയുന്നെന്തിനാ? നിങ്ങളല്ലേ എന്നെ വഴക്ക് പറഞ്ഞത്. പ്ലീസ് നീ കരച്ചിലൊന്നും നിർത്ത്. ഞാൻ ഇനി വഴക്ക് പറയില്ല. പ്രോമിസ്. ഐ സ്വെയർ ഞാൻ ഇനി വഴക്ക് പറയില്ല. നീ കരച്ചിൽ നിർത്ത്. ഓക്കേ, ഞാൻ പൊയ്ക്കോളാം. നീ ഇപ്പൊ പുറത്തേക്ക് പോരുത് കേട്ടോ. നിനക്കറിയത്തില്ലേ, ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയുടെ കാരവാനിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ പുറത്തിറങ്ങിയാ അവരൊക്കെ എന്ത് വിചാരിക്കും? അല്ല, അവര് വിചാരിക്കും അവര് ഒന്നുമില്ല. പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും നീ കേട്ടില്ലല്ലോ അല്ലേ? കേട്ടായിരുന്നു? രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാ ഞാൻ പറഞ്ഞത് രക്ഷപ്പെട്ടല്ലോ. ഈ പരിപാടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞല്ലോ. അതാ ഞാൻ നോക്കാം. വേണ്ട, നീ ഇപ്പൊ പോണ്ട. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ പേരിൽ ആരും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. എനിക്ക് പബ്ലിസിറ്റി ആയാലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത് അതിനെ പറ്റിയ സമയമല്ല. നമുക്കൊരു കാര്യം ചെയ്യാം. നീ ആ വാതിൽ കൂടി പുറത്തു പോയിക്കോ, ഞാൻ ഈ വാതിൽ കൂടെ പുറത്തു പോവാം. ഞാൻ തനുവിനെ ഡിസ്ട്രാക്ട് ചെയ്യുമ്പോ നീ ഇതുവഴി പോയാൽ മതി. ഇവിടെ ആരെയും കാണുന്നില്ല. ഹായ് അഭി സർ, എന്റെ പേര് ദേവ്, ഈ പ്രൊമോ വീഡിയോയുടെ ഡയറക്ടർ. ഞാനൊരു ഗംഭീരമായ ഷോട്ട് ആലോചിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മുടെ ഹീറോയുടെ എൻട്രി ആ ഭാഗത്തു നിന്നായിരിക്കും. പിന്നെ പ്രിയതേ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരിക്കും. പിന്നെ അതിനുശേഷം ക്യാമറ ട്രോളിയിലൂടെ റൈറ്റ് ടു ലെഫ്റ്റ് ചലിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അതിനുശേഷം പതുക്കെ ഒരു ലൈറ്റ്
ക്ലോസ് അപ്പ്, കട്ട്, ഡൺ. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഷോട്ട് സാർ? ഡയറക്ടർ നിങ്ങൾ തന്നെയാണല്ലോ അല്ലേ? അതെ, ഡയറക്ടർ ഞാൻ തന്നെയാണ് സാർ. അപ്പൊ പിന്നെ എന്നോട് എന്തിനാ ചോദിക്കുന്നേ? എന്താന്ന് വച്ചാ ചെയ്തോ, പക്ഷെ എന്നെ പെട്ടെന്നൊന്ന് വിട്ടേക്ക്. കാരണം എനിക്ക് ബോറടിക്കുന്നു. ഷുവർ സാർ, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തീർക്കാം. ആരവ്, ലെറ്റ്സ് മൂവ് ഫോർ എ ക്വിക്ക് റിഹേഴ്സൽ. കം വിത്ത് മീ. എക്സ്ക്യൂസ് മീ പ്രണവ്, ഇത് 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 എന്തൊക്കെയാ? എനിക്ക് ഇത്രയൊന്നും പറയാൻ പറ്റില്ലെന്നേ. എന്തു പറ്റി? അതിനെന്താ കുഴപ്പം? ഇത് ഈ വരികളൊക്കെ മറ്റേ ഡയലോഗുകളാ. എന്നുവെച്ചാ പ്രണയവാ, റൊമാൻറ്റിക് ലൈൻസ്. ഞാൻ എങ്ങനെ ഇതൊക്കെ പറയും? ചേച്ചി, നമ്മൾ പ്രൊമോ വീഡിയോ ഷൂട്ട് ചെയ്യാ. ഇതിൽ നാണിക്കേണ്ട ഒരു കാര്യമില്ല. ചേച്ചി വെറുതെ അങ്ങ് തട്ടിവിടുന്നേ. ദാറ്റ്സ് ഇറ്റ്. പക്ഷെ നിനക്കറിയാലോ ഞാൻ അദ്ദേഹത്തെ പ്രേമിക്കുന്നെന്ന്. പിന്നെ വേറൊരാളുടെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ ഇത് പറയും? പ്രിയച്ചി സിനിമ ഒന്നും കാണാറില്ലേ? സിനിമയിൽ എങ്ങനെയാ ഹീറോ ഹീറോയിനെ പ്രപ്പോസ് ചെയ്യുന്നത്? പിന്നെ അവര് പ്രണയം നിറഞ്ഞ പാട്ടൊക്കെ പാടി അങ്ങനെ ചുറ്റിക്കറങ്ങി. ചേച്ചി അതുപോലെ ഒന്ന് ആക്ട് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് ഡൂയിങ് യുവർ വർക്ക്. ആൻഡ് ചേച്ചിക്ക് ഇത് ഉറപ്പായിട്ടും ചെയ്യാൻ കഴിയും. എന്തിനാ നാണിക്കുന്നേ? പക്ഷെ അവരൊക്കെ വലിയ ആക്ടേഴ്സാ. എന്നാ ഞാൻ അങ്ങനെ അല്ലല്ലോ. പോരാത്തന്നെ ഇതൊക്കെ ഞാൻ പറയുമ്പോ അദ്ദേഹം മുന്നിൽ കാണും. അദ്ദേഹത്തിന്റെ മുന്നിൽ എന്റെ ശബ്ദം പോലും പുറത്തു വരില്ല. പിന്നെ എങ്ങനെ ആക്ട് ചെയ്യും? ഇതൊക്കെ ഞാൻ ഒരാളുടെ മുഖത്ത് നോക്കി പറയുമ്പോ അദ്ദേഹം എന്ത് വിചാരിക്കും? ചേച്ചി അതൊക്കെ വിട്ടേക്ക്. അബി എന്ത് ചിന്തിക്കുന്നോ ചിന്തിക്കട്ടെ. ചേച്ചിക്ക് എന്താ? ചേച്ചി ഇപ്പൊ ഇത് മാത്രം ചിന്തിക്കുക. അതായത് അബിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. അവന്റെ ആൽബം സക്സസ് ആവണം, ഹിറ്റ് ആവണം, അത്രേ ഉള്ളൂ. അറിയാം പ്രണവ്. പക്ഷേ ചേച്ചിക്ക് എന്നെ വിശ്വാസമാണോ അല്ലയോ അത് പറയും. മിസ്റ്റർ പ്രണവ്, ഓ മൈ ഗോഡ്, അൺബിലീവബിൾ. യു വെർ ആബ്സല്യൂട്ട്ലി കറക്റ്റ്. മിസ്റ്റർ അബി സാറിന്റെ ലവ് ബേസ്ഡ് ആൽബത്തിന് വേണ്ടി പറ്റിയ മോഡൽ അദ്ദേഹത്തിന്റെ വൈഫ് പ്രിയ മേഡത്തെ തന്നെ നമുക്ക് കിട്ടിയത് ഒരു ഭാഗ്യം തന്നെയാണ്. ഇന്നത്തെ നിലയ്ക്കുള്ള ഏറ്റവും മുൻനിരയിലെ മ്യൂസിക് കമ്പനികൾക്കെല്ലാം നമ്മുടെ ആൽബം തന്നെ മതി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. I must tell you, this album is going to be a mega hit and a very big blockbuster. I am really excited. Excuse me. Thank you. I am very excited. ചേച്ചി കണ്ടല്ലോ, ഈ ആൽബം ഒന്ന് ഹിറ്റായി കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവനും ചേച്ചിക്കായിരിക്കും. ഇനി പറയേ, ചേച്ചി ചെയ്യോ ഇല്ലയോ? പ്രണവ്, നിനക്ക് നന്നായിട്ട് അറിയാം എന്റെ എന്തെങ്കിലും പ്രവൃത്തി അദ്ദേഹത്തിന് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതെന്നെ പറയൂന്ന്. അതാണ് സ്പിരിറ്റ്. ചേച്ചി പിന്നെ ചേച്ചി ഇവിടെ ഇരിക്കുക. എന്നിട്ട് ഈ വരികളൊക്കെ നന്നായിട്ട് പഠിക്കാൻ നോക്ക്. ആൻഡ് വൺ മോർ തിങ്, ചേച്ചിക്ക് ഈ വരി പറയേണ്ട സമയമാകുമ്പോൾ മനസ്സിലങ്ങ് വിചാരിക്കണം അബിയെ. ചേച്ചിയുടെ മുന്നിൽ അബിയാണ് നിൽക്കുന്നതെന്ന്. പിന്നെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ജസ്റ്റ് ടേക്ക് കെയർ. ഐ വിൽ ബി ബാക്ക്. പ്രണവ്, ആർ യു ഷ്യൂർ ഈ പ്ലാൻ വർക്ക്ഔട്ട് ആവുമെന്ന്? ആലിയ, ഈ പ്ലാൻ ഗംഭീരമായിട്ട് മാറും. നീ കണ്ടോ, ഇത് കഴിയുമ്പോ അബിയുടെ മനസ്സിൽ പ്രിയച്ചിക്ക് ഒരു സ്ഥാനം ഉണ്ടാവും. പിന്നെ അവന്റെ ഇഷ്ടം ഡബിൾ ആവുകയും ചെയ്യും. താനുവിന്റെ കാര്യം നമ്മൾ എന്താ ചെയ്യാ? അവളാണെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യും. അവൾ എന്താന്ന് വെച്ച് ചെയ്യട്ടെ. ഞാൻ ആഗ്രഹിക്കുന്നത് അവൾ എന്തെങ്കിലും ഒരു മണ്ടത്തരം കാണിക്കണമെന്നാണ്. എന്ന് വെച്ചാ നോക്ക്, അബിക്ക് നന്നായിട്ട് അറിയാം ഈ ആൽബത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ പ്രിയച്ചിക്കാണെന്ന്, റൈറ്റ്? അങ്ങനെ ഇരിക്കുമ്പോ താനു ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അബിക്ക് മനസ്സിലാവും പ്രിയച്ചി തകർക്കാൻ താനു വെറുതെ കളിക്കുകയാണെന്ന്. ആലി, നീ നോക്കിക്കോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അബിയുടെ മനസ്സിൽ തനുവിനോട് ദേഷ്യം ഉണ്ടാവും, പ്രിയച്ചിയോട് സ്നേഹവും. And I am sure about that. Just trust me, okay? All right. നീ പ്രണവിനോട് എന്ത് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു? ഞാനോ? ഒന്നുമില്ല, ഞാൻ വെറുതെ ആലി, എനിക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു. പ്രിയ ലീഡിൽ കൊണ്ടുവരിക എന്ന ഐഡിയ പ്രണവാണ് പ്രൊഡ്യൂസറിനോട് പറഞ്ഞത്. പക്ഷെ എനിക്കിത് മനസ്സിലാവുന്നില്ല, അവൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. എന്ത് തന്നെയായാലും അവൻ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി നീ എങ്ങനെ പ്രണവിനെ സഹായിക്കുന്നുണ്ടോ? ഞാനോ? ഞാനെന്തിനാ അവന്റെ കൂടെ നിൽക്കണം? ഞാനെപ്പോഴും നിന്റെ കൂടെയല്ലേ. വെരി ഗുഡ്. നീ എന്റെ കൂടെ തന്നെ നിൽക്കണം. കാരണം ഇനി ഞാൻ വേറെ രീതിയിൽ പ്ലാൻ ചെയ്യാൻ പോവാണ്. അത് നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒന്നായിരിക്കും. ഈ ഷൂട്ടിംഗ് ഒന്ന് തുടങ്ങിക്കോട്ടെ. പ്രിയയ്ക്ക് ഞാനൊരു വമ്പൻ ഷോക്ക് കൊടുക്കും. ക്യാമറയുടെ മുന്നിൽ മാത്രമല്ല, വീടിന് വെളിയിൽ പോലും അവളുടെ മുഖം പിന്നെ കാണില്ല. നീ ചുമ്മാ ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കരുത്. എന്താ നിനക്ക് ആഗ്രഹമില്ല ഞാൻ പ്രണവിന്റെ പ്ലാൻ പൊളിച്ചു കളയാം? യു അണ്ടർസ്റ്റാൻഡ്? ഇത് ഏട്ടന്റെ ആൽബം ലോഞ്ച് ആണ്. പിന്നെ ഏട്ടൻ ഇത്രയും സക്സസ് കിട്ടുകയാണ്. അതിനിടയിൽ നീ എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഒരിക്കലും നിനക്ക് ഏട്ടനോട് അടുക്കാൻ പറ്റില്ല. ബിക്കോസ് യു ആർ ജസ്റ്റ് കംപ്ലീറ്റ്ലി നെഗ്ലെക്ടിംഗ് ദ ഫാക്ട് ദാറ്റ് എപ്പോൾ മുതൽ മീഡിയയിൽ പ്രിയയുടെ മോഡൽ ആകുന്നു എന്നുള്ള ന്യൂസ് വന്നോ അപ്പോൾ മുതലേ ഏട്ടനെ പ്രൊഡ്യൂസേഴ്സ് എല്ലാം വിളിച്ചുകൊണ്ടിരിക്കുക. ഇറ്റ്സ് ഓൾറെഡി എ ഹിറ്റ്, ഇറ്റ്സ് എ ഹ്യൂജ് സക്സസ്. പിന്നെ ഇതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ച, എന്തെങ്കിലും തരത്തിൽ നെഗറ്റീവ് കോൺട്രവേഴ്സി ഉണ്ടായ, നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടായ, പിന്നെ ഏട്ടൻ നിന്നെ ഒരുപാട് വെറുത്തു പോകും. നീ ആയിട്ടുള്ള ബന്ധവും വിടും. പിന്നെ ഒരു കാരണവശാലും ക്ഷമിക്കുകയില്ല. അതുകൊണ്ട് നിന്റെ പക്കൽ 2 ഓപ്ഷൻസ് ഉള്ളത്. ഒന്നിൽ വായി അടച്ചു പിടിയിരിക്കണം, അല്ലെങ്കിൽ ഒരു അക്ഷരം മിണ്ടാതെ വീട്ടിൽ പോകും. ഞാൻ വായ അടച്ച് മിണ്ടാതിരിക്കാൻ പോകുന്നില്ല ആലിയ. എനിക്കും ആഗ്രഹമുണ്ട് അബിയുടെ ആൽബം ഹിറ്റ് ആവണമെന്ന്. പക്ഷെ അതിന്റെ ക്രെഡിറ്റ് പ്രിയയ്ക്ക് കിട്ടാൻ
അത് ഞാൻ സമ്മതിക്കില്ല. Okay guys, everything is ready. We are going to roll now. Okay? Ready. Let's go for the take. Ready. Lights, full lights. Roll camera. And action. എന്നോട് ക്ഷമിക്കണം. ആക്ച്വലി എനിക്ക് നിന്റെ പ്രണയത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അത് പിന്നെ എൻ്റെ സ്നേഹം കപട സ്നേഹമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാലിപ്പോൾ എനിക്ക് മനസ്സിലായിരിക്കുന്നു എൻ്റെ പ്രണയം ശരിക്കും നീ മാത്രമാണെന്ന്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഐ റിയലി ലവ് യു. ഡയലോഗ് കട്ട്. മാഡം എന്താ ഡയലോഗ്സ് പറയത്തെ? ഐ വിൽ ജസ്റ്റ് ചെക്ക്. പ്രിയേച്ചി എന്ന ഡയലോഗ് പറയാത്തത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പ്രണവ്. ഇവിടെ ഇത്ര ആൾക്കാർ നിൽക്കുമ്പോ എന്ത് ധൈര്യത്തില എന്റെ തോളിലൊക്കെ കൈവച്ചത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നെ കൊണ്ട് പറ്റില്ല പ്രണവ്. പ്രിയേച്ചി അത് ഞാൻ പറഞ്ഞൊന്ന് കേൾക്ക്. ചേച്ചി ഇങ്ങനെ വിചാരിക്കും ഇവിടെ ഇപ്പോ അഭിയും ചേച്ചിയും അല്ലാതെ മറ്റാരും ഇല്ലാന്ന്. ചേച്ചി എല്ലാ വരികളും ഒന്ന് ആലോചിച്ച് വെക്കേ, എന്നിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യ. ഞാൻ പറയുന്ന പോലെ ചെയ്യ. ഇതൊക്കെ അഭിയോടാണെന്ന് കരുതി ചെയ്താൽ മതി. അത്രേ ഉള്ളൂ കാര്യം. ചേച്ചി യു ഹാവ് ടു ഡു ദിസ് ആൻഡ് ഐ ആം ഷുവർ യു വിൽ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സൈലൻസ്. വി ആർ ഗോയിങ് ഫോർ എ ടേക്ക്. സൈലൻസ്. കൊള്ളാം. ഈ കണ്ണാടി ഇങ്ങനെ തന്നെ ചെയ്യുവാണെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമേ വരില്ല. റോൾ ക്യാമറ ആൻഡ് ആക്ഷൻ. എന്നോട് ക്ഷമിക്കണം. ആക്ച്വലി എനിക്ക് നിന്നെയും നിന്റെ പ്രണയത്തെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എൻ്റേത് കപട സ്നേഹമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായിരിക്കുന്നു എൻ്റെ പ്രണയം ശരിക്കും നീ മാത്രമാണെന്ന്. ഞാൻ നിന്നെ മാത്രമാണ് സ്നേഹിക്കുന്നത്. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഐ റിയലി ലവ് യു. ഐ റിയലി ലവ് യു. Cut. Silence. Just relax, Priya. Just relax. Priyക്ക് ഡയലോഗ്സ് എല്ലാം ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? We'll do it again.